അപ്പം ഇന്ന് നമ്മൾ ക്രിസ്റ്റൽ ഐലൻഡിലേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി വയ്ക്കാമല്ലോ. വരും ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ച്. ഞങ്ങൾ ഈവനിങ് ടൈമിൽ എത്തിയോണ്ടാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കിട്ടി. ഇപ്പം നിങ്ങൾ നൈറ്റ് ടൈമിൽ വരികയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഗ്രൗണ്ടാണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് ഫുള്ള് ക്രിസ്റ്റൽ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ ബ്ലോക്കിൽ ഓരോരോ തീമിലാട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ച്. ഞങ്ങൾ ഫസ്റ്റ് വന്ന ബ്ലോക്കിൽ തീം ഒരു അണ്ടർ വാട്ടർ തീമായിരുന്നു കേട്ടോ. അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് വെച്ചാൽ ഫുള്ള് ഫിഷൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 450 meters ലോങ് ഒരു പെഡസ്ട്രിയൽ വാക്കും, അതും ക്ലൈമറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ടാട്ടോ. എനിക്കെന്തായാലും സംഭവമൊക്കെ ഇഷ്ടമായി. നമുക്ക് നടന്ന് ടയർഡാകുമ്പോൾ ഇരിക്കാൻ പറ്റിയ സിറ്റിംഗ് ഏരിയ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 45 ഡാസ്ലിംഗ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇതാണ്. ഓരോ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബിൽഡിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഈ കാഴ്ചകൾ കാണാൻ പ്രത്യേക രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോൾ ഖത്തറിലാണ് കേട്ടോ. നമുക്ക് മെട്രോയിലും കൂടി ഇങ്ങോട്ട് വരാം കേട്ടോ. പ്രീവിയസ്ലി ഈ സ്ഥലത്തിൻ്റെ പേര് അൽമുർജാൻ ഐലൻഡ് ആയിരുന്നു. പക്ഷെ എനിക്കിഷ്ടമായ ജവാൻ ഐലൻഡാണ് കേട്ടോ. ഇവർ ഈ എല്ലാ ബിൽഡിങ്സും ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തത്. എല്ലാതും പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്സും. ക്രിസ്റ്റൽ ഐലൻഡ് അതിൻ്റെ വേറൊരു പേര്. ഇതിൽ 10 tons ഓഫ് ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അടുത്ത ബ്ലോക്കിലോട്ട് വിട്ടു. അടുത്ത ബ്ലോക്കിങ് ഫുൾ നേച്ചറിനെ സംബന്ധിച്ചാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാട്ടർ അത് രാത്രി കാണാൻ നല്ല രസമുണ്ടാവില്ലേ. പിന്നെ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഈ സ്നോമാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നല്ല രസമല്ലേ സെറ്റ് ചെയ്ത് വെച്ച്. അതിൻ്റെ മേലെ ഒരു ഹൗസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരൊരു വില്ലേജിൻ്റെ ആയിട്ട് ഒരു റോഡും ട്രീയും ഹൗസും സ്നോമാൻ അതിൻ്റെ മേലെ കാറ് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലോക്ക് മുഴുവൻ വിൻ്റർ തീമായിരുന്നു കേട്ടോ. ഫുൾ സ്നോമാനും ഹൗസും സ്നോവും പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാഴ്ചകളിൽ ഞാനും ന്യൂസൊക്കെ കണ്ട് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ പിന്നെ ഈ മുഖം നല്ല ഇഷ്ടമായി കേട്ടോ. അവനിങ്ങനെ അവർ സ്ട്രോളറിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ. പിന്നെ ഞാൻ പെൻഗ്വിൻസിനെ കണ്ടു. ഈ ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ് ഇവർ ഈ പെൻഗ്വിൻസിനൊക്കെ ഉണ്ടാക്കി വെച്ചത്. പക്ഷേ എനിക്കത് നല്ല ഇഷ്ടമായി ഇവർ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത ബ്ലോക്ക് പോയപ്പം അവിടെ ഒരു ജംഗിൾ തീമിലായിരുന്നു. എലിഫൻറ്റും ലയണും ടൈഗറും അങ്ങനെ കുറേ സെറ്റ് ചെയ്തിട്ട് സ്നേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വാട്ടർ റൈഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സമയം നോക്കാൻ ഇവിടെ ക്ലോക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സൊക്കെ നല്ല ഷൈനി ആവാൻ കാരണം ഇവിടെ ക്ലീനേഴ്സ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ഗ്ലാസ്സുകളൊക്കെ കേട്ടോ. ക്രിസ്റ്റൽ ഐലൻഡിലോട്ട് കയറിയാൽ ഫുള്ള് തണുപ്പാണ്. എന്ന് വെച്ചാൽ ആ സിറ്റിംഗ് ഏരിയയിലൊക്കെ ആ ഒരു AC ആട്ടോ വിറ്റത് വെച്ചാൽ. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറിയാൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഈ സമ്മർ സീസണിലൊക്കെ നല്ല സുഖം അതിൻ്റെ ഉള്ളിൽ കയറാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇൻസ്ട്രുമെൻസിനെ കണ്ടു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചതാണ്. പിന്നെ കുറേ ഇൻസ്ട്രുമെൻസും ബോട്ടും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. സ്പേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാനും അതിന് നടന്നു പോയിട്ടോ. ക്രിസ്റ്റൽ ഐലൻഡിൻ്റെ സൈഡിലൊക്കെ കാഫേയും പെർഫ്യൂമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിന്നിട്ട് കണ്ടു മടുത്തതുകൊണ്ട് തന്നെ അവൾ ഇരുന്നിട്ട് സൂം ചെയ്ത് നോക്കിയായിരുന്നു ഉള്ളിലോട്ടൊക്കെ ഒക്കെ. ഈ മേലത്തുള്ള ഷെൽട്ടറൊക്കെ രാത്രിയായ നല്ല ലൈറ്റൊക്കെ ആയി കളർഫുള്ളാകും കേട്ടോ. ഞാൻ പോയ കുറേ സ്ഥലത്ത് വണ്ടി ക്ലോക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ സമയമൊന്നും നോക്കിയില്ല. പക്ഷെ ആ ക്ലോക്കിൻ്റെ ഡിസൈനൊക്കെ നോക്കിയിരുന്നു കുറേ നേരം. ഈവനിങ് ടൈമിൽ ഇങ്ങനെ വയ്ക്കും. പക്ഷെ നൈറ്റ് ടൈമിൽ നല്ല രസമാണ്, കളർഫുൾ. ഞാൻ പറഞ്ഞാൽ അതില്ലേ. പക്ഷേ ഇത് മാത്രമല്ല, ആ ക്രിസ്റ്റലൊക്കെ നല്ല ലൈറ്റൊക്കെ വെച്ച് സെറ്റാവും ആ സമയത്തൊക്കെ. ആ സമയത്താണ് ശരിക്കും നമ്മൾ കാണേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.